Hello students, welcome to this new session on financial management. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് തേർഡ് മോഡ്യൂളിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. So let's get into this. Let's start with the definition of what a cost of capital is. നിങ്ങൾക്കറിയാം cost of capital എന്ന് പറയുന്നത് just go through the words cost of capital. അപ്പോൾ it simply put it is a cost of obtaining funds obtain ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ഫണ്ട്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ടൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണം ആൻഡ് യു ബോറോഡ് 1 lakh rupees ഫ്രം എ ബാങ്ക്. ഓക്കെ, അതിന് അവർ ചാർജ് ചെയ്യുന്ന പലിശ എന്ന് പറയുന്നത് 10%. സോ എവറി ഇയർ യു ഹാവ് ടു പേ ആൻ ഇൻട്രസ്റ്റ് ഓഫ് 10,000 rupees ജസ്റ്റ് ഫോർ യൂസിങ് ദിസ് 1 lakh rupees. ഈ 1 lakh rupees വെച്ച് ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് 10,000 rupees ഇൻട്രസ്റ്റ്. ഓക്കെ, 10% ഇൻട്രസ്റ്റ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നെങ്കിൽ അതാണ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഡെഫിനിഷൻ ബൈ ജോൺ ജെ ഹാംപ്ടൺ. Cost of capital is the rate of return the firm requires from the investment in order to increase the value of the firm in the marketplace. മാർക്കറ്റ് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. Okay, that is the minimum rate of return that the firm has to have. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തിരിച്ച് കിട്ടേണ്ട മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. അവരുടെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 1,00,000 രൂപ എടുത്ത് കച്ചവടം ചെയ്തു. ഓക്കെ, 1,00,000 രൂപ എടുത്ത് കച്ചവടം ചെയ്തു ആൻഡ് ദാറ്റ് 1 lakh വാസ് ബോറോഡ് ഫ്രം എ ബാങ്ക്. ബാങ്കിന് നിങ്ങൾ കൊടുക്കുന്ന പലിശ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10%. സോ 10,000 rupees ഒരു വർഷം നിങ്ങൾ പലിശ ഇനത്തിൽ കൊടുക്കണം. നൗ യു ഡിഡ് ദ ബിസിനസ്. നൗ അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് നോ അതർ കോസ്റ്റ്, ഈ ഒരു കോസ്റ്റ് മാത്രമല്ല, പലിശ മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഇസ് ദി ഓൺലി കോസ്റ്റ് ദാറ്റ് യു ഹാവ് ടു ഇൻകർ. ഓക്കെ, ദർ ആർ വേരിയസ് അതർ കോസ്റ്റ് ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് തിങ്സ്, പ്രൊഡക്ഷൻ, അങ്ങനെ കുറേ കോസ്റ്റ് ഉണ്ട്. ബട്ട് ഫോർ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ റിമൂവ് ഓൾ അതർ കോസ്റ്റ്. ദ ഓൺലി കോസ്റ്റ് ദാറ്റ് യു ഹാവ് റൈറ്റ് നൗ ഇസ് യുവർ ഇൻട്രസ്റ്റ് ദാറ്റ് യു ആർ പേയിങ്. ഓക്കെ, ആ ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നൗ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇസ് 10,000 rupees. നൗ ഇമാജിൻ ഒരു വർഷം കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നത് ഇസ് 9,000 rupees. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ സെയിൽസ് ഇസ് 9,000 rupees? 9,000 rupees സെയിൽസിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഏബിൾ ടു കവർ യുവർ കോസ്റ്റ്. 10,000 ആണ് ഒബ്ലിഗേഷൻ. ഒരു വർഷം നിങ്ങൾ പലിശ എക്സ്പെൻസ് കൊടുക്കേണ്ടത്, അതെന്തായാലും കൊടുത്തിരിക്കണം. റൈറ്റ്? സോ യു ആർ ജസ്റ്റ് മേക്കിംഗ് 9,000 rupees ഫ്രം യുവർ സെയിൽസ്. അപ്പോൾ ഈ 9,000 rupees നിങ്ങൾ ഈ കോസ്റ്റായ ഇതിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഒരു 1,000 രൂപ കൊടുക്കണം. ആ 1,000 രൂപ നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നമ്മുടെ ക്യാപിറ്റൽ 1,00,000 രൂപ തന്നില്ലേ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഫേമിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു? 1,00,000 രൂപ ഫേമിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എന്തായി? 99,000 ആയി. ക്ലിയർ? വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓവർ ദർ? നമ്മളൊരു ലോസ് ഇൻകർ ചെയ്തതിൻ്റെ ബേസിസിൽ ബിക്കോസ് വി ഇൻകേർഡ് അവർ ലോസ് നമ്മുടെ ക്യാപിറ്റൽ ഒന്ന് ഷ്രിങ്ക് ചെയ്തു. ദെയർ ബൈ നമ്മുടെ കമ്പനിയുടെ വാല്യൂം ഷ്രിങ്ക് ആയി. ക്ലിയർ? സോ ഓൺ ദി അതർ ഹാൻഡ് 10,000 rupees ആണ് അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. വി മേഡ് എ സെയിൽസ് ഓഫ് rupees maybe 15,000. വാട്ട് ഹാപ്പൻഡ് ഓവർ ദർ? 10,000 rupees ഈ പറഞ്ഞിട്ടുള്ള പലിശയുടെ ഇതിലേക്ക് കൊടുത്താലും നമുക്ക് ബാക്കി വരുന്ന 5,000 എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ക്ലിയർ? ആ പ്രോഫിറ്റ് ഏതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണേ? തിരിച്ച് ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 1,00,000 രൂപ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ എന്തായി? 1,05,000 ആയി. സോ വാട്ട് ഹാപ്പൻഡ് ഓവർ ദർ? ദ വാല്യൂ ഓഫ് ദ ഫേം ഹാസ് ഇൻക്രീസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ബുക്സ്. ഇതേപോലെ തന്നെയാണ് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഷെയർ മാർക്കറ്റിൽ നോക്കുമ്പോൾ വെൻ ദേ പെർസീവ് ദിസ് റിഡക്ഷൻ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് സിറ്റുവേഷൻ, നാച്ചുറലി ആ കമ്പനിയുടെ ഷെയർ വാല്യൂ താഴും. ക്ലിയർ? സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി മിനിമം റേറ്റ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ദി കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നൗ അതിന് 2 വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ യു ക്യാൻ സീ ഇറ്റ് ഫ്രം 2 views. ഓക്കെ, ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ വ്യൂ പോയിന്റ് എന്നാണ്. ഫേമിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ് ദ ബിസിനസ്. ആ ബിസിനസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 1 lakh rupees നമ്മൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. 10,000 rupees അല്ലെങ്കിൽ 10% പലിശയ്ക്ക് നമ്മൾ എടുക്കുന്നു. സോ അതിനകത്ത് one way of looking at it is from the firm's point of view is that it is the cost that the firm അല്ലെങ്കിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണത്. 10,000 rupees എല്ലാ വർഷം നമ്മൾ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ 1,00,000 രൂപ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? Another viewpoint is from the investor's point of view. Investor point of view, in this case, investor is the bank.
Okay, ബാങ്കിനെ സംബന്ധിച്ചോളം that amount that I give you, ആ 1 lakh rupees ഞാൻ നിങ്ങൾക്ക് തരുന്നത്, it is an investment that I have made. Okay, I am hoping that you will be able to use these funds to generate more, make more money, along with that pay my interest that is due എന്നുള്ളതാണ് ബാങ്ക് ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞിട്ടുള്ള 10% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്. ഓക്കെ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഇസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി definitions or the meaning with regard to cost of capital. Now let's look at the features. Features നമുക്കൊന്ന് നോക്കാം. First feature എന്ന് പറയുന്നത്, it is not a cost, it is rather it is a required rate of return or a hurdle rate. Okay, അതൊരു കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസ്റ്റ് അല്ല, ബട്ട് മോർ ദാൻ ദാറ്റ് അതൊരു കോസ്റ്റിനേക്കാളും ഒരു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരു ബെഞ്ച് മാർക്ക് ഇല്ലേ ഓരോ കമ്പനിക്കും, ഇത്രയെങ്കിലും കിട്ടാണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറയുന്ന പോലെ 1 ലക്ഷം രൂപ നമ്മൾ കടം മേടിച്ചിട്ട് ബിസിനസ് ചെയ്യാണ്, എല്ലാ വർഷവും നമ്മൾ 10,000 രൂപ പലിശ കൊടുക്കണം. നൗ ആ 10,000 രൂപ പോലും ബിസിനസ്സിന് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്തിട്ട് കാര്യമില്ല. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഹേർഡിൽ റേറ്റ് റാദർ ദാൻ എ കോസ്റ്റ്. രണ്ടാമത്, ഇറ്റ് ഇസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നീഡഡ് ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ. ഇതിൻ്റെ എക്സാമ്പിളും എക്സ്പ്ലനേഷനും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 10,000 കിട്ടുന്ന പകരം 9,000 കിട്ടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, കമ്പനിയുടെ വാല്യൂ ചുരുങ്ങും. ഓക്കെ, അപ്പോൾ 10,000 എങ്കിലും നമ്മുടെ കച്ചവടം ഉണ്ടാവണം. ഓക്കെ, അത്രയെങ്കിലും റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്കിനുള്ള ഒരു റിവാർഡാണ് ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ. ഇത്രയും കോസ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദോസ്, ഇറ്റ് അസ്യൂംസ് ദോസ് ടു റിസ്ക്. നമുക്കറിയാം ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഡെറ്റും ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്, പിന്നെ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ജനറൽ ഓപ്പറേഷൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കിനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 elements. 3 elements എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസ്ക്ലെസ് കോസ്റ്റ്. ഓക്കെ, റിസ്ക്ലെസ് കോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മുമ്പത്തെ ഇതിനകത്തും പ്രീവിയസ് ഇതിനകത്തും പിന്നെ അതുപോലാണ്ട് ഫണ്ടമെൻ്റൽസിനും പഠിച്ചിട്ടുള്ള കാര്യമാണ്. റിസ്ക്ലെസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇറ്റ് ഈസ് ബേസിക്കലി ദ കോസ്റ്റ് ഓഫ് റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അത് തരുന്ന റിട്ടേൺസ് എത്രയാണ്, അത് ആ റേറ്റിനെയാണ് ഇവിടെ റിസ്ക്ലെസ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിസിനസ് റിസ്ക് പ്രീമിയം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ബിസിനസ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രീമിയം ഫോർ അസ്യൂമിങ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് അസ്യൂം ചെയ്യുന്നതിൻ്റെ പ്രീമിയമാണ് ബിസിനസ് റിസ്ക് പ്രീമിയം. തേർഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് എന്നിട്ട് ഫിനാൻഷ്യൽ റിസ്ക്, അതായത് റിസ്ക് ഓഫ് യൂസിങ് ഡെറ്റ് ആൻഡ് നോട്ട് ബീയിങ് ഏബിൾ ടു പേ ഓഫ് ദ ഡെറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നൗ ആ റിസ്ക് അസ്യൂം ചെയ്യുന്നതിനുള്ള ഒരു പ്രീമിയം കൂടിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാപിറ്റൽ. അടുത്തത് നമുക്ക് ക്ലാസിഫിക്കേഷൻസിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹിസ്റ്റോറിക് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകർ ചെയ്യപ്പെട്ട കോസ്റ്റിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക് കോസ്റ്റ് എന്ന് പറയുന്നതും. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോസ്റ്റ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, കോസ്റ്റ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എക്സ്പെക്റ്റഡ് പ്രൊജക്ട്സ്. ഈ ഓരോ എക്സ്പെക്റ്റഡ് പ്രൊജക്ട്സ് നമ്മൾ ഫിനാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന സോഴ്സുകളുണ്ടല്ലോ, ആ സോഴ്സസിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പെസിഫിക് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കോസ്റ്റുകളെയാണ്. അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഈക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോഴാണ് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലൈക്ക് ദർ ആർ ഡിഫറെൻറ്റ് സോഴ്സസ്. ഓക്കെ, ഓരോന്നിനും ഇപ്പം ഈക്വിറ്റി ഒരു പെർട്ടിക്കുലർ വോളിയം സേ ഒരു 10 crores നമ്മൾ ഈക്വിറ്റി ക്യാപിറ്റലുണ്ട്, ഡെറ്റ് ഒരു 5 crores ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് നമ്മളൊരു 1 crore ഉണ്ട്. അപ്പോൾ അതിന് ഓരോ റേഷ്യോസ് ഉണ്ട്. സോ ബേസ്ഡ് ഓൺ ദോസ് പ്രൊപ്പോർഷൻസ് നമ്മൾ ഓരോന്നിനും വെയിറ്റ് അസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഓൺ ദി അതർ ഹാൻഡ് ഇസ് ദി കോസ്റ്റ് incurred to raise just 1 rupee additional cost. ഓക്കെ, ഒരു അഡീഷണൽ 1 rupee റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ IRR.
That is your explicit cost. Okay. Implicit cost എന്ന് വെച്ച് കഴിഞ്ഞാൽ opportunity cost. Hope you are clear on that. Explicit refers to the IRR. IRR എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the rate of return. It is the rate at which NPV becomes zero. Okay. NPV zero ആവുന്ന റേറ്റിനെയാണ്, ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ IRR എന്ന് പറയുന്നതും ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. ഓക്കെ. Now let's look at the assumptions. ഈ assumptions ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഇംപ്ലിസിറ്റ് ഓർ എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും നമ്മളിപ്പോൾ കഴിഞ്ഞുള്ളൂ. എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റ് എന്താണെന്നുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ഐദർ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. രണ്ടാമത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ. വി അസ്യൂം ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. Then third one എന്ന് പറയുന്നത് cost of each source of capital is determined on an after tax basis. നമ്മൾ എപ്പോഴും ടാക്സ് കൂടുതൽ ഇപ്പോൾ ചില പ്രോബ്ലംസിൽ നമ്മൾ ടാക്സേഷൻ അങ്ങനെ വലിയൊരു രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും പ്രിഫറബിളി ഇഫ് യു വാണ്ട് എ മോർ ആക്യുറേറ്റ് ആൻസർ ഓൾവേസ് കൺസിഡർ ടാക്സ്. Then financial and business risks are unaffected by the acceptance and financing of projects. Financial and business risks are unaffected by the acceptance and financing of project. പുതിയ പ്രോജക്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഫിനാൻസ് ചെയ്യുന്നതും ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്കിനെയും മാറ്റം വരുത്തുന്നില്ല. ഓക്കെ. സോ ദീസ് ആർ ദി അസംഷൻസ് ദാറ്റ് വി ഹാവ് ടു ഗോ ഓൺ. അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്. യൂസിങ് certain methods we choose out of various alternatives. നമ്മൾ ഏത് പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. നൗ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് വി ഹാവ് എ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ വിച്ച് വി ഡിസൈഡ്. ആ സ്റ്റാൻഡേർഡ് ഒരുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പറഞ്ഞുതരാം അല്ലെങ്കിൽ മിനിമം റിട്ടേൺസ് ഇത്രയാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ്. ദെൻ യൂസ്ഫുൾ ഫോർ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയാമെങ്കിൽ we can make sure that we minimize our cost based on the factors that we need to consider. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരാളുടെ കോസ്റ്റ്, ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാനായിട്ട് ആ കോസ്റ്റ് is one of the factors which can be looked at along with other factors like maybe controlൻ്റെ ആവശ്യം, availability of funds, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. Then നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് മെത്തേഡ്സ് ഓഫ് ഫിനാൻസ്. ഏത് വഴി കൂടിയാണ്, ഏത് സോഴ്സിലൂടെയാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ഈ വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് വൺ ഓഫ് ദി ടൂൾസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫാക്ടേഴ്സ് കൺസിഡേർഡ്. യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളാണ്. ഇതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കേസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പാസ് ആവാനായിട്ടുള്ളൊരു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, 40% ഫോർ BCom സ്റ്റുഡൻസ്. നൗ 40% കിട്ടിയാൽ ദാറ്റ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞാൽ മേ ബി ഇറ്റ് ഈസ് ഓക്കെ, മേ ബി ഇറ്റ്സ് നോട്ട്. പക്ഷേ തിങ്ക് ഓഫ് യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് വിചാരിച്ചോ, അസ്യൂം. അപ്പോൾ മാനേജ്മെൻറ്റ് അല്ല, നിങ്ങളാണ് മാനേജ്മെൻറ്റ് എന്ന് അസ്യൂം ചെയ്തോളാം. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഹൗ ഫാർ അവേ ആർ യു ഫ്രം 40 കഴിഞ്ഞിട്ട് എത്രത്തോളം നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എപ്പോഴും ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ എത്രയാണ് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്റ്റഡി എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വൺ സച്ച് ടൂൾ ഇസ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ആണ്, റൈറ്റ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 2 സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ ഹൂസ് ഡൂയിങ് ബെറ്റർ ഇൻ സ്റ്റഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കമ്പയർ ദിയർ പ്രോഗ്രസ് കാർഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജസ് ആണ് കമ്പയർ ചെയ്യുക. 1 got 60%, he is 20% away from your 40% pass mark, right. On the other hand, there's another person who got 80%, he is 40% away. അപ്പോൾ അത്യാവശ്യം നോക്കുമ്പോൾ who is higher, significantly higher ആയിട്ടുള്ളത് 80% ആണ്. So we evaluate that person to be doing better in terms of studies. Then next one എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രോജക്റ്റ്. പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? പുതിയൊരു എക്സ്പാൻഷൻ സിറ്റുവേഷൻ വരികയാണ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പൈസ റേസ് ചെയ്യാൻ നോക്കുകയാണ്. യു നീഡ് ദിസ് എക്സ്പാൻഷൻ. ഒരു പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ആവാം, പുതിയ ബ്രാഞ്ച് തുടങ്ങാനായിരിക്കാം. അത് തുടങ്ങുന്നത് ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിന് ഉപയോഗിക്കുന്ന മെഷീനറി ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആ വക കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മിനിമം നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയാമെങ്കിൽ വി ക്യാൻ കമ്പയർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ദെൻ
നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഹെൽപ്ഫുൾ. ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് പ്രോഫിറ്റബിൾ വെന്യൂസ്, ഏതാണ് നോൺ പ്രോഫിറ്റബിൾ വെന്യൂസ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാത്ത വെന്യൂസിൽ നിന്ന് പൈസ സൈഫൺ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതർ യൂസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് തിങ്സ് ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ്. Now let's look at the factors determining cost of capital. Cost of capital determine ചെയ്യുന്ന factors ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസ്. പുറമേയുള്ള, അതായത് നമ്മുടെ കമ്പനി സർവൈവ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിലാണ്. ആ ഇക്കോണമിയുടെ കണ്ടീഷൻസ് ഒരു വലിയൊരു ഫാക്ടറാണ്. Imagine there is a lot of, if the general economic condition is such that nobody is ready to take risk. ഓക്കെ, ആരുടെയും കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ആരും പൈസ മാർക്കറ്റിൽ ഇറക്കാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ പലപ്പോഴും ഡെറ്റ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് RBI മണി സപ്ലൈ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വല്ല ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് റേറ്റുകൾ കണ്ടമാനം കൂട്ടും. ഓക്കെ, ഇതിൽ ഇൻക്രീസ് ദ ബാങ്ക് റേറ്റ്സ് കൂട്ടുക എന്ന് പറയുമ്പോൾ നാച്ചുറലി ഈ പറഞ്ഞിട്ടുള്ള ബാങ്കുകളും പതുക്കെ റേറ്റ് കൂട്ടും. ദേ നീഡ് ടു മേക്ക് മണി, റൈറ്റ്? അപ്പോൾ ബാങ്കുകളും പതുക്കെ റേറ്റ് കൂട്ടും. അത് അൾട്ടിമേറ്റ്ലി ലോണുകൾ എടുക്കുന്ന എണ്ണം കുറയും. ക്ലിയർ? അപ്പോൾ ഡെറ്റുകൾ കുറയും. ഡെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് ബിക്കംസ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ പീപ്പിൾ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. സോ ജനറൽ എക്കണോമിക് കണ്ടീഷൻ ഇസ് വൺ സച്ച് ഫാക്ടർ ദാറ്റ് നീഡ്സ് ടു ബി കൺസിഡേർഡ്. അനദർ ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ഓക്കെ, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എവറി സോഴ്സ്. ഓക്കെ, ഓരോ സോഴ്സിനും ഓരോ റിസ്ക് ഉണ്ട്. when you're taking equity it has its own risk. ഡിബെഞ്ചർ എടുക്കുമ്പോൾ വേറെ റിസ്ക് ഉണ്ട്, ബോണ്ടുകൾ എടുക്കുമ്പോൾ വേറെ റിസ്ക് ഉണ്ട്. സോ ഈച്ച് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക് അസോസിയേറ്റഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് amount of finance required. എത്ര പൈസയാണ് ആവശ്യം? പലപ്പോഴും ചില സിറ്റുവേഷൻസിൽ, ചില പ്രത്യേക മാർക്കറ്റ് കണ്ടീഷൻസിൽ ഇഫ് യു ആസ്ക് ഫോർ ടു മച്ച് മണി ഫ്രം ഈക്വിറ്റി അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. If you ask too much money from debt, that can be seen as a bad thing. Okay, so the amount of finance required often plays a vital role on the cost. കാരണം വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുകയാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ മാസം ഇത്രയും EMI അടച്ചു പോകാനായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ യു ആർ വർത്ത് ഇറ്റ്, കുഴപ്പമില്ല. സോ they'll give you maybe the loan at maybe 10%. ഓക്കെ, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ 10 ലക്ഷമായിരിക്കും. 10 ലക്ഷം വെച്ചിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ തെറ്റായികയില്ല, പക്ഷേ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ റിസ്കി. അപ്പോൾ അവർ ചെയ്യുന്നൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ they'll ready to give you 10 lakhs, പക്ഷേ 10% is not a feasible rate. അവർ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ കാര്യത്തിൽ. സോ they'll say probably 12% അല്ലെങ്കിൽ 15% ഒക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. സോ അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ can go up and down. Then next one എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. പുതിയ സെക്യൂരിറ്റീസ്, ഇപ്പോൾ ഷെയറുകളാണെങ്കിലും ഡിബെഞ്ചർ ആണെങ്കിലും കുറേ അണ്ടർ റൈറ്റിംഗ് കോസ്റ്റുകൾ, കുറേ ഹിഡൻ കോസ്റ്റുകൾ, കുറേ ബാക്ക്ഗ്രൗണ്ട്, അത് സാധനം നടത്തി കിട്ടാനായിട്ടുള്ള കുറേ കോസ്റ്റുകളില്ലേ, ആ ഇഷ്യൂ ചെയ്ത് കിട്ടാനായിട്ടുള്ള കോസ്റ്റുകളില്ലേ, ആ കോസ്റ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സസ്. ഓരോന്നിനും ടാക്സിന് വലിയൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഡിബെഞ്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിബെഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതിന് ടാക്സ് ഡിഡക്ഷൻ പറ്റും. ഓക്കെ, അതിന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ക്ലിയർ? സോ കീപ്പിംഗ് ദീസ് തിങ്സ് ഇൻ കൺസിഡറേഷൻ, ഇത്രയും മാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് യു മസ്റ്റ് കൺസിഡർ വെൻ യു ടോക്കിംഗ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Okay, so these are the 5 things. The 5 things are general economic condition, risk, amount of finance required, flotation cost and taxes. Okay, അടുത്തത് വരുന്നത് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇത് ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി നോക്കാൻ പോണ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് നമ്മൾ നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി
കമ്പൈൻഡ് ആയിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മൾ ചെയ്യാൻ പഠിക്കും. That is what we'll do in this chapter. And we'll start with cost of debt first. Cost of debt ആദ്യം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈക്വിറ്റിയും റീറ്റെയിൻഡ് ഏർണിങ്സും ചെയ്യുന്നത്. ലാസ്റ്റിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യും. Okay. So hope you are clear with the content. Thank you.